ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയയിൽ ചരിത്രം കുറിച്ച എറണാകുളം ജനറൽ ആശുപത്രി. രാജ്യത്താദ്യമായാണ് സർക്കാർ ജനറൽ ആശുപത്രിയിൽ ഹൃദയമാറ്റ ശസ്ത്രക്രിയ നടക്കുന്നത്. 21-കാരിയായ നേപ്പാൾ സ്വദേശിക്കാണ് ഹൃദയം മാറ്റിവെച്ചത്. വാഹനാപകടത്തിൽ മരിച്ച കൊല്ലം സ്വദേശി ഷിബുവിന്റെ ഹൃദയമാണ് പെൺകുട്ടിക്ക് നൽകിയത്. രാജ്യാതിർത്തികൾ കടന്ന് ഹൃദയത്തോട് ചേർത്ത കേരളത്തിന്റെ കരുതൽ. നേപ്പാൾ സ്വദേശിനി ദുർഗാകാമിക്ക് പ്രായം 21. അപൂർവ ജനിതക രോഗത്തിന് ഡോക്ടർമാർ വിധിച്ച ഏക പരിഹാരം ഹൃദയം മാറ്റിവെക്കൽ. സുമനസ്സുകളുടെ സഹായത്താൽ ചികിത്സ തേടി കേരളത്തിലെത്തി. അനുയോജ്യമായ ഹൃദയം ലഭിച്ചെങ്കിലും അവയവദാനത്തിൽ രാജ്യത്തെ പൗരന്മാർക്ക് മുൻഗണന നൽകണമെന്ന കേന്ദ്ര നിയമം തടസ്സമായി. ഇതേ രോഗം ബാധിച്ചാണ് ദുർഗയുടെ അമ്മയും സഹോദരിയും മരിച്ചത്. പ്രതീക്ഷകൾ അസ്തമിച്ചിടത്ത് ദുർഗ ഹൈക്കോടതിയെ സമീപിച്ചു. പെൺകുട്ടിയുടെ ജീവൻ അപകടത്തിലാണെന്ന് മനസ്സിലാക്കിയ ഹൈക്കോടതി അടിയന്തര ചികിത്സയ്ക്ക് നിർദ്ദേശിച്ചു. സംസ്ഥാന സർക്കാരും കേസ് ഓട്ടോയും ഒരുമിച്ചപ്പോൾ രാജ്യാതിർത്തികൾ മാഞ്ഞു. എറണാകുളം ജനറൽ ആശുപത്രിയിൽ പുതുചരിത്രവും പിറന്നു. വാഹനാപകടത്തിൽ മസ്തിഷ്ക മരണം സംഭവിച്ച കൊല്ലം സ്വദേശി ആർ ഷിബുവിന്റെ ഹൃദയവുമായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്ന് കൊച്ചിയിലേക്ക് എയർ ആംബുലൻസ് പറന്നുയർന്നു. ഒരു നാട് ശ്വാസമടക്കി പിടിച്ച് കാത്തിരുന്നു. കൊച്ചിയിൽ പറന്നിറങ്ങിയ ഹൃദയവുമായി ആംബുലൻസ് ഞൊടിയിടയിൽ ജനറൽ ആശുപത്രിയിലെത്തി. കാർഡിയോതൊറാസിക് സർജൻ ജോർജ് വാളൂരാന്റെ നേതൃത്വത്തിൽ ശസ്ത്രക്രിയ. ഇതിനകത്തുള്ള പോസ്റ്റ് ഓപ്പറേറ്ററി റിജക്ഷൻ ആണ് അതിനകത്ത് വരുന്ന ഒരു കാര്യം. മറ്റൊരാളുടെ അവയവം വേറെ വ്യക്തിയിലേക്ക് വെച്ച് പിടിപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന ചില ശരീരം തന്നെയാണ് ഈ റിയാക്ഷൻ. അത് വരാതിരിക്കാനുള്ള എല്ലാ മുൻകരുതലും എടുത്തിട്ടുണ്ട്. സഹോദരി ഏറെ വേദന സഹിച്ചെന്നും കേരളത്തിന് നന്ദിയെന്നും ദുർഗയുടെ സഹോദരൻ തിലക്. Me and my sister got this opportunity to this operation and we come. This all God's plan and all this plan by God. Yes. And this Kerala's people are good and yes. ഷിബുവിന്റെ ഇരുവൃക്കകളും കരളും നേത്രപടലവും ത്വക്കും ദാനം ചെയ്തു. മഹാദാനത്തിന് മനസ്സറിയിച്ച ഷിബുവിന്റെ കുടുംബത്തെയും കേരളം നന്ദിയോടെ സ്മരിക്കുന്നു. നമ്മുടെ നാട് വീണ്ടും മാനവികതയുടെ പുതിയ അധ്യായം എഴുതുകയാണ്. ദുർഗാകാമി എന്ന നേപ്പാളുകാരി പെൺകുട്ടി ഇനിയും ഏറെക്കാലം പൂർണ്ണ ആരോഗ്യവതിയായി ജീവിക്കും. അക്കാലമത്രയും നമ്മുടെ കൊച്ചു കേരളത്തെ അവൾ നന്ദിയോടെ ഓർമ്മിക്കും. വീഡിയോ ജേർണലിസ്റ്റ് ജിതിൻ ജോസഫിനൊപ്പം റിപ്പോർട്ടർ അലി അക്ബർ ഷാ, ഇൻ റിപ്പോർട്ടർ, കൊച്ചി.